മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി എന്ന മുല്ലപ്പെരിയാർ നിന്ന് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. രാഹുൽ വിജയൻ 136 ആണല്ലോ റൂൾ കർവ്. അപ്പോൾ ഈ വെള്ളം ഒഴുക്കിവിടേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ് മുല്ലപ്പെരിയാറിൽ നിന്ന്? ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലാണ്. ഈ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ഷട്ടറുകളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. ഈ ഷട്ടറുകൾ 136 അടിയിലെത്തിയാൽ ഇതിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഡാമിലേക്ക് നിലവിൽ സെക്കൻഡിൽ 5500 ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് കൊണ്ടുപോകുന്നത് 1867 ഘനയടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഓരോ മണിക്കൂറുകളിലും ഉയരുകയാണ്. ഇന്ന് 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുകയാണെങ്കിൽ നാളെ തന്നെ ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. കാരണം പെരിയാറിലേക്ക് ജലം ഒഴിക്കാലും പെരിയാറിൽ നിലവിൽ ജലനിരപ്പ് കാര്യമായിട്ട് ഉയർന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തെങ്കിലും ഇന്നലെ രാത്രിയിൽ മഴ തോർന്നു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാറിലെ വെള്ളം വന്നാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ഒഴുക്കുകയാണ് എങ്കിൽ തന്നെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് സാധാരണ നിലയിലും താഴെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തുറക്കേണ്ട അല്ലെങ്കിൽ ഇടുക്കി അണക്കെട്ടിന്റെ റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് ഉയരാനുള്ള യാതൊരു സാഹചര്യവുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ആളുകൾ പരിഭ്രാന്തരാകേണ്ട എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ മുതൽ തന്നെ പറയുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ പറയുകയാണ്. രാഹുൽ വിജയനാണ് മുല്ലപ്പെരിയാർ വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 135 അടിയായി. 136 അടിയാണ് റൂൾ കർവ്. എന്നിരുന്നാലും പരിഭ്രാന്തരാകേണ്ട യാതൊരു സാഹചര്യവുമില്ല. മാത്രമല്ല പെരിയാറിലേക്ക് ഈ ജലം ഒഴുകി വരില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ വിജയൻ പറയുന്നത്. എന്തായാലും ഒരു ശ്രദ്ധ മാത്രം മതി അതിനകത്ത്.